ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദ ബൈത്ത് ബുർദായി രചിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ ബുർദ ബൈത്ത് കേൾപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജിത ദംഅൻ ജറാ മിൻ മുഖല്ലത്തിൻ ബിദമി തുടങ്ങിയിട്ട് ബുർദ ബൈത്ത് ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. വളരെ അർത്ഥവത്തായ വിവരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. വൻസുബിലാദാതിഹി മശീത മിൻ ശറഫി വൻസുബില ഖദരിഹി മശീത മിൻ നിളമി فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. അവിടുത്തെ ശരീരത്തിന് എന്ത് ബഹുമാനം നിനക്ക് പറയാൻ കഴിയുമോ നീ പറഞ്ഞോ. അവിടുത്തെ സ്ഥാനത്തെ സംബന്ധിച്ച് നിനക്ക് എന്തെല്ലാം മഹത്വം പറയാൻ കഴിയുമോ പറഞ്ഞോ. കൂടിപ്പോകുന്നത് പേടിക്കണ്ട. കാരണം അവിടുത്തെ മഹത്വം ലോകത്ത് ഒരു മനുഷ്യനും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്നുവരെ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ഒരുപാട് മദ്ഹുകൾ പറഞ്ഞു. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കൾക്കും നൽകപ്പെട്ട മുഅ്ജിസത്തുകളും അവർക്ക് കിട്ടിയ എല്ലാ മഹത്വങ്ങളും വകുല്ലു അയിന്നത റസൂലുൽ കിറാമു മിഹാ ഫഇന്നമാ തസലത് മിൻ നൂരിഹി ബിഹിമി. എല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിമിത്തമായി ലഭിച്ചിട്ടുള്ളതാണ്. നബിതങ്ങൾ മുഖേന കിട്ടിയിട്ടുള്ളതാണ്. എല്ലാ നന്മയുടെയും സബബ് നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയുള്ള ഒരുപാട് വരികൾ പറഞ്ഞ ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ ഒരുങ്ങിയാൽ ഒരു മനുഷ്യന്റെ അറിവ് എത്തിച്ചേരുന്നത് അന്നഹു ബശറു, അവിടുന്ന് മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടതനുസരിച്ച് ബുർദ ബൈത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അന്നഹു ബശറു എന്ന് ചൊല്ലിയപ്പോൾ ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല. വീണ്ടും ആവർത്തിച്ച് ഒന്നുകൂടി ചൊല്ലി നോക്കി. ബാക്കി കിട്ടുന്നില്ല. പിന്നെയും ചൊല്ലി നോക്കി, ബാക്കി കിട്ടുന്നില്ല. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദ്ഹ് കേട്ട് ആനന്ദിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ബാക്കി ഇമാം ബൂസിരിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, മനുഷ്യനാണ്, പക്ഷേ ലോകത്ത് അല്ലാഹു തആല സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകയാൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ കുലത്തിന്, മനുഷ്യ സമൂഹത്തിന് തന്നെ വലിയ ബഹുമാനം വന്നുപോയി. ആ ബഹുമാനം എത്രത്തോളം നിങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടിൽ പശുക്കൾ ജീവൻ പോകാറുണ്ട്, കാക്കയും ജീവികളൊക്കെ ചത്തുപോകാറുണ്ട്. പക്ഷെ ആരും ആ ജീവിയെ കുളിപ്പിക്കാറില്ല.